ഹലോ ഗായ്സ്, നമ്മുടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള നമ്മുടെ സ്വന്തം മമ്മൂക്കൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അതുകൊണ്ട് എൻ്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ ഞാൻ മമ്മൂക്കയ്ക്ക് വേണ്ടി നേരുന്നു. അപ്പോൾ അതുപോലെ ഒരുപാട് ആളുകളുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാനിവിടെ രാവിലെ ഞാൻ എണീറ്റപ്പോഴാണ് ടി വി ഇങ്ങനെ ഓപ്പണാക്കി ഇങ്ങനെ ഇരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം, നമ്മുടെ നാട്ടിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഞാനുള്ളതിപ്പോൾ നമ്മുടെ ഊട്ടിയിൽ നമ്മുടെ മഹാരാജാസ് ഹോട്ടലിലാണ്. അപ്പോൾ ഇവിടെ വന്നു, ഇന്നലെ ആയിരുന്നു എത്തിയത്. അപ്പോൾ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ വന്നു, ജസ്റ്റ് മഹാരാജയിൽ വന്നപ്പോൾ നോക്കി ഇവിടെ റൂംസ്. ഇവിടെ ആണെങ്കിൽ നല്ല വെറൈറ്റി ഒരുപാട് റൂംസ് ഉണ്ട്. ഇതല്ലേ ഈ കാണുന്നതൊക്കെ ഓരോരോ കോട്ടേജുകളാണ്. ഇത് പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിലുണ്ട് ഒക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ റൂം. മെയിനായിട്ട് എനിക്കതാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എനി ടൈം കാറ്റാണ് ഗൈസ്. എനി ടൈം കാറ്റാണ്. പിന്നെ ഇതൊക്കെ ഓരോ റേറ്റിൻ്റെ. അതുപോലെ തന്നെ ഇതും ഞങ്ങളെടുത്തത് ഈ കോട്ടേജ് ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ മുകളിലായിരുന്നു. അവിടുന്ന് ലാസ്റ്റിലെ ഇതായിരുന്നു ഞങ്ങളെടുത്തത്. പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറയാൻ വേണ്ടിയിട്ട് നല്ലൊരു വൈബായിരുന്നു കാണാൻ വേണ്ടി. കാരണം ഞങ്ങളുള്ളത് തന്നെ നല്ല ഹിൽ ടോപ്പിലായിരുന്നു, നല്ല ഏറ്റവും ടോപ്പിലായിരുന്നു ഉള്ളത്. പിന്നെ ഇവിടെ തന്നെ നമ്മുടെ ടീ ഫാക്ടറി, ആ കാണുന്ന ഏറ്റവും ലോങ്ങിൽ, ഇതിൽ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഗൈസ്. അപ്പോൾ ഏറ്റവും ടോപ്പിൽ ടീ ഫാക്ടറി ഉണ്ട്. അവിടെ അതുപോലെ തന്നെ ഒരുപാട് അഡ്വഞ്ചറായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഏരിയയും കൂടിയാണ്. ഞങ്ങളങ്ങോട്ട് പോയില്ല. രാവിലെ തന്നെ നല്ല തണുപ്പായിരുന്നു. ഇന്നലെയൊക്കെ നൈസായിട്ടുള്ള മഴയുണ്ടായിരുന്നു ഗൈസ്. പിന്നെ അതുപോലെ തന്നെ ഫുഡിന് അറിയാമല്ലോ, നമ്മുടെ കേരളത്തിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഫുഡിനൊക്കെ ഭയങ്കര പൈസയാണ്, നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാം എന്താ പറയുക, ഞങ്ങളുടെ ഈ ഒരു ട്രിപ്പ് നല്ല വെറൈറ്റി ആയിട്ട് ഒന്ന് ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അങ്ങനെ വന്നതാണ്. എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരു 4 ഇയർ മുമ്പായിരുന്നു ഊട്ടിയിൽ വന്നത്. അന്ന് വന്ന ഊട്ടിയല്ല, ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട്. ഇപ്പോൾ ഇവിടെ മെയിനായിട്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ഫുൾ ബിസിനസ്സാണ്. റൂംസിൻ്റെ ഒക്കെ ഒരുപാട് ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പണ്ട് വരുമ്പോൾ കണ്ട ആ ഒരു ഏരിയയോ അല്ലെങ്കിൽ ആ ഒരു വഴി അല്ല ഇപ്പോൾ. ഒരുപാട് പൈൻ മരങ്ങളൊക്കെ ഒരുപാട് നിറഞ്ഞിട്ടുണ്ടായ ഒരു ഏരിയ ആയിരുന്നു. ആ ഒരു ഭാഗങ്ങളെല്ലാം തന്നെ ആ പൈൻ മരങ്ങളൊക്കെ ഒരുപാട് വെട്ടി മാറ്റി അവിടെയൊക്കെ ഇപ്പോൾ ഫുൾ റൂംസാണ്. ഒരുപാട് റൂംസ് ഉണ്ട്. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, ഒരുപാട് യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഊട്ടിയിൽ വരുമ്പോൾ നമ്മളെപ്പോഴും നന്നായിട്ട് എവിടെയും പോയി ചാടി വീഴാൻ പാടില്ല. ഞങ്ങൾ ആദ്യം വേറൊരു സ്ഥലത്തായിരുന്നു റൂം എടുക്കാൻ വേണ്ടി പോയത്. അപ്പോൾ അവിടെ പോയപ്പോൾ വിളിച്ചു പറഞ്ഞു റെഡിയാക്കി പോയതാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവർ പറഞ്ഞു ഒരു റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഒരു റേറ്റ് പറഞ്ഞു, പിന്നീട് വേറൊരു റേറ്റ് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കത് ഒരു എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ നേരെ വന്നിട്ട് ഇവിടെ മഹാരാജയിൽ ഞങ്ങൾ കയറി ചോദിച്ചപ്പോൾ അവർ അപ്പോൾ തന്നെ ഒരു 3 കീ എടുത്ത് തന്നു. ഒരു ഗൈഡിനെ കൂടെ വിട്ട്. ഓക്കെ, എന്നിട്ട് അവർ റൂമൊക്കെ കാണിച്ചു തന്നു. ഞങ്ങൾ അതൊക്കെ എടുത്തു. എല്ലാ റൂമും നോക്കിയിട്ട് ഫസ്റ്റ് ഒരു റൂം നോക്കിയിരുന്നു. അത് വലിയ റൂമായിരുന്നു, ഞങ്ങൾക്ക് അത്ര വലുത് വേണ്ട. ഓക്കെ, അപ്പോൾ ചെറുതൊന്നും എടുത്തു. ഒരു ചെറിയ റൂം എടുത്ത് നൈസാണ്, നല്ല അടിപൊളിയായിരുന്നു. ക്യാമ്പ് ഫയറൊക്കെ ചെയ്യാനുള്ള ഒരു കണ്ടു. ഇപ്പോൾ രാവിലെ എണീറ്റപ്പോഴാണ് കണ്ടത് ഗൈസ്, ഫുള്ള് മലയാളികൾ. പെട്ടെന്ന് ഞാൻ വിചാരിച്ചു ഇത് നമ്മുടെ കേരളമാണോ ഗൈസ്, അങ്ങനെ വിചാരിച്ചു പോയി. അപ്പം എല്ലാം കൊണ്ടും ഞാൻ ഒരു തുടക്കം കുറിച്ച് എന്താ വെച്ചാൽ നമ്മുടെ മമ്മൂക്കേൻ്റെ ബർത്ത്ഡേ ആണല്ലോ ഇന്ന്. അപ്പം അതിൽ തന്നെ സ്റ്റാർട്ടിങ് ചെയ്യാമെന്ന് വെച്ചിട്ടായിരുന്നു ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇപ്പം തന്നെ ഒരുപാട് ആളുകളുണ്ട്. മമ്മൂക്ക നമ്മുടെയൊക്കെ സ്വന്തം അഹങ്കാരമാണല്ലോ. അതുപോലെ തന്നെയാണ് ലാലേട്ടനും. ആരും ഒരാളെ മാത്രം കുറച്ച് കാണുന്നില്ല, എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. പിന്നെ ഈ ഒരു ട്രിപ്പിൽ ഞാൻ ഫുൾ ഹാപ്പിയാണ് ഗൈസ്. കാരണം ഞാനൊരു 4 ഇയറിന് മുമ്പ് വന്നതാണ്. ഇപ്പോൾ വരുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി. 3 മന്ത് മുമ്പ് വന്നെന്ന് പറയുന്നുണ്ട്. ബട്ട് അന്ന് വന്നു, നൈറ്റെത്തി, രാവിലെ പോയി. അത്ര തന്നെ. നല്ല മഴയായിരുന്നു ഗൈസ്, നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താക്കാൻ പറ്റില്ല, രാവിലെ എവിടെയും പോകാൻ പറ്റില്ല. എനക്കാണെന്ന് വെച്ചാൽ ഈ ഷൂവിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറിയല്ല, ഭ്രാന്തായി പോകും. ഇതവസ്ഥ കണ്ടില്ലേ. അതുകൊണ്ട് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഗൈസ് നമുക്കിപ്പോൾ ഇതുണ്ടോ, ഇത് ഈ സാധനം കണ്ടോ, നമ്മുടെ ചെമ്പകം എന്നാണ് പറയണത്. ചെമ്പകം എന്നാണ് ഇത് പറയണത്. നല്ല മണം, വെറുതെ ഇല്ല കേട്ടോ ചെമ്പകം. എന്താ മണം, വാവ്.
അപ്പോൾ ഗൈസ്, ഇത് വീഡിയോ ഒരുപാട് ആളുകൾ കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ലൈക്കും സബും ചെയ്യണം. ഇതെൻ്റെ പുതിയ ചാനലാണ്. ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ചാനൽ ഞാൻ ക്ലോസ് ചെയ്തു. ഇപ്പോൾ ഇതാണ് എൻ്റെ ചാനൽ. ഓക്കെ, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് കൊണ്ടും അതുപോലെ തന്നെ ഷെയർ കൊണ്ടും. വലിയ രീതിയിൽ കുത്തി നോവിക്കാതെ ചെറിയ രീതിയിലേക്ക് നോവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ ഞങ്ങളൊരു പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒരു കൺഫേം ആയില്ല. എൻ്റെ കൂടെ ഒരാളും കൂടിയുണ്ട്, അതിപ്പോൾ ഞാൻ കാണിക്കുന്നില്ല ഗൈസ്. അത് നമുക്ക് കാണിക്കാം, നമ്മുടെ ചാനലൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ, എല്ലാവർക്കും കാണിക്കാം. അപ്പോൾ ഇങ്ങനെ പോകാനുള്ള പരിപാടി ഉണ്ട്. ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് അടിക്കണം എന്നുള്ളൊരു മൂഡിലാണ് ഗൈസ് ഉള്ളത്. അപ്പോൾ നോക്കാം, നമുക്ക് പറ്റുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം കണ്ട ഫുള്ള് മലയാളികളാണ് ഗൈസ്. കണ്ടോ, ഫുള്ള് മലയാളികളാണ് ഗൈസ്. കുറേ മലയാളികൾ വന്നു. അപ്പോൾ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അപ്പോൾ എൻ്റെ അമ്മൂക്ക, എൻ്റെ ഹൃദയം നിറഞ്ഞ ഹൃദയത്തിൽ തട്ടിപ്പറയാണ് എൻ്റെ പിറന്നാൾ ആശംസകൾ. ഓക്കെ, താങ്ക് യു.